കാശ്മീരിലേക്കുള്ള യാത്രയുടെ ഇടയിൽ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളുകളുടെ മുമ്പിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ കുളം മുഴുവൻ ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ 23ാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് ഉത്തർപ്രദേശിലെ ലക്നൗ എന്നൊരു പട്ടണത്തിലാണ്. ഉച്ചയ്ക്ക് ശേഷം വിശ്രമിക്കാനായി ടൗണിന്റെ നടുക്കുള്ള ഒരു പാർക്കിലേക്ക് വന്നു. 20 രൂപയോ മറ്റോ ആണ് ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായി പരിപാലിച്ചു പോരുന്ന ഒരു പാർക്കാണിത്. അങ്ങനെ കുറച്ചു സമയം അവിടെയുള്ള ബെഞ്ചിലിരുന്ന് വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് ചെറുപ്പക്കാർ എൻ്റെ അടുത്ത് വന്ന് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചത്. കേരളം എന്ന് മറുപടി പറഞ്ഞപ്പോൾ മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചിരിക്കുകയാണ് ഉണ്ടായത്. കുറച്ചു സമയത്തിന് ശേഷം ഞാൻ അവിടെ നിന്നും എണീറ്റ് നടന്നു. അങ്ങനെ നടക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്രയും ഭംഗിയായി പരിപാലിച്ചു പോകുന്ന ഒരു പാർക്കിൻ്റെ ഉള്ളിലെ കുളത്തിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഴുകി ദ്രവിച്ച ഇലകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെടെ കിടന്ന് കൊതുകിൻ്റെ ആവാസ കേന്ദ്രമായി അത് മാറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാടിനെ കളിയാക്കി രാജ്യത്തൊരു വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ മുമ്പിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇത് ഞാൻ വൃത്തിയാക്കി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയും വലിയൊരു കുളത്തിൽ ഇത്രയും അധികം വേസ്റ്റുകൾ നീക്കം ചെയ്യുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. എങ്കിലും അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഞാനത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. വൃത്തിയാക്കുന്നതിന് മുമ്പ് അവിടുത്തെ അവസ്ഥ ഞാൻ നിങ്ങളെ ഒന്നും കൂടി കാണിച്ചു തരാം. അവിടെ നിന്നും ഒരു കമ്പ് സംഘടിപ്പിച്ച് ഞാൻ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. വാട്ടർ കിറ്റുകളോ കട്ടി കൂടിയ റബ്ബർ ഗ്ലൗസുകളോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബെയർ ഹാൻഡും ഈ ഒരു കമ്പും വെച്ചാണ് ഞാനത് മുഴുവൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. വെള്ളത്തിലുള്ള ഈ കാണുന്ന കൊതുകുകളെല്ലാം ഇളകി എന്നെ കൂട്ടത്തോടെ ആക്രമിച്ചിരുന്നു. പണിക്ക് ശേഷം ശരീരത്തിൽ നിറച്ച് പാടുകളായിരുന്നു.